വെള്ളിയൂരെന്ന് കേട്ടിട്ടുണ്ടോ പെങ്ങള്? ഉവ്വ്, ദേവീക്ഷേത്രം പ്രസിദ്ധമല്ലേ? അതല്ലാതെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ദേവനുമായി ബന്ധപ്പെട്ടത്. ദേവേട്ടനോ? അതെ. ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ചെയ്യാത്ത തെറ്റിന് ദേവൻ ശിക്ഷിക്കപ്പെട്ടത് വെള്ളിയൂരിലെ അബ്ദുള്ള ഹാജിയുടെ കൊലപാതകത്തിന്റെ പേരിലാണ്. അല്ല, നീ എന്തിനാ അതൊക്കെ ഇപ്പൊ പറയുന്നത്? എന്റെ പേര് സേതു. ദേവൻ എന്റെ സുഹൃത്ത് മാത്രമല്ല, സഹപാഠിയും സഹമുറിയനും ഉപദേശകനും ഒക്കെയാണ്. അതിനേക്കാളെല്ലാം വലിയൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്, ദാ ഈ ഭക്ഷണം കഴിക്കുന്നത്, ഈ ഒരൊറ്റ മനുഷ്യന്റെ കരുണ കൊണ്ടാണ്. ദേവേട്ടൻ അറസ്റ്റിലായത് എനിക്ക് വേണ്ടി. വെള്ളിയൂര് ആ കൃത്യം നടത്തിയത് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണ്. നിങ്ങൾ ചെയ്ത കൃത്യത്തിന്റെ പേരിൽ ഞങ്ങൾ എന്തുമാത്രം തീ തിന്നറിയോ? എനിക്കറിയാം, ഞങ്ങൾക്കെല്ലാം അറിയാം. അഭയം തന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു കള്ളം പറഞ്ഞിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ദേവന്റെ ഭാര്യ എന്ന നിലയിൽ ഗീത അറിഞ്ഞിരിക്കണം ഞാൻ ആരാണെന്ന്. കഴിയുമെങ്കിൽ മാത്രം എന്നോട് ക്ഷമിക്കുകയും വേണം. എന്ത് നീ പറഞ്ഞ അർത്ഥത്തിൽ അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല സേതു. ദേവ, എല്ലാവരെയും വിശ്വസിപ്പിച്ച് നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ ഭാര്യയോട് കള്ളം പറയാൻ എനിക്ക് തോന്നിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, മറ്റന്നാൾ മദ്രാസ് മെയിലിൽ 3 ടിക്കറ്റ് തരപ്പെടുത്ത്. അതുവരെ നീ ക്ഷമിക്കേ. ഇപ്പോഴും ഞാൻ പറയുന്നു സേതു, ദിസ് ഇസ് ബേസ്ലെസ്. ഏത്? നീ ചെയ്യുന്നതോ? നിക്ക്. എന്നോട് സംസാരിച്ചിട്ട് പോയാ മതി. പറയൂ, ദേവേട്ടൻ സ്വയം ശിക്ഷിക്കുകയാണോ? ഒരിക്കൽ പഠിച്ചതല്ലേ അനുഭവത്തിൽ നിന്നും. ഇനിയും ആ തെറ്റ് ആവർത്തിക്കണോ? അവൻ പൊയ്ക്കോളും. ദേവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ എനിക്കാരാ അഭയം? പറയ്, എന്നോട് പറയ്. ഞാൻ ആരോട് ചോദിക്കും? ആരെ ഒന്ന് വിളിക്കും? ഗീത, നീ ഇന്ന് കരഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിക്കരുത്. വാ പറയട്ടെ, വാ. എടി, സേതു ശുദ്ധനാ. അല്ലെങ്കിൽ അയാൾക്ക് നിന്നോട് സത്യം പറയാതിരിക്കാമായിരുന്നു. അത് അയാളുടെ അഹങ്കാരം. എന്തു പറഞ്ഞാലും തന്നെ ആരും ഒന്നും ചെയ്യില്ലെന്ന അഹങ്കാരം. എടി, നിന്നെ പോലെ തന്നെ സ്ത്രീകളും സേതുവിനൊപ്പമുണ്ട്. പക്ഷെ അവർക്കാർക്ക് നഷ്ടപ്പെടാൻ ഒരു ദേവേട്ടനുണ്ടാവില്ല. എടി, നീ മനസ്സിലാക്ക്. അവൻ നിന്നോട് ക്ഷമ ചോദിച്ചതാ, അവന്റെ മാത്രം രീതിയിൽ. ദേവേട്ടൻ എന്നോട് കള്ളം പറഞ്ഞു. ശരിയാ, പക്ഷേ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇനി എന്നെ അറിയില്ലല്ലേ? നിങ്ങൾക്ക് ഒരിക്കലും എന്നെ മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല.
ചേച്ചി എന്താ ഇങ്ങ് വന്നേ. എന്താ മോളെ എന്താ? വന്നേ പറയാം. ആകെ കുഴപ്പമായി കമലച്ചി. എന്താ എന്താ കാര്യം? എന്തൊക്കെ ആപത്ത് ഈ ദേവേട്ടൻ വലിച്ചു തലയിൽ വെക്കുന്നേ. ഞാൻ എന്ത് ചെയ്യും കമലച്ചി? നീ കാര്യം പറ. ഇവിടെ വന്നിരിക്കുന്ന ആളുണ്ടല്ലോ, ദേവേട്ടന്റെ സുഹൃത്ത്. ആ മനുഷ്യൻ പിടികിട്ടാ പുള്ളിയ, കൊലപാതകിയ, ഇവിടെ ഒളിവിലിരിക്കുക. എന്റെ ദൈവമേ, ആ മനുഷ്യൻ കാരണ ഒരിക്കൽ ദേവേട്ടനെ പോലീസ് പിടിച്ചത്. അയാള് കാരണം ഇനിയും ദേവേട്ടന് ആപത്തുണ്ടാവും. അയ്യോ, വേഗം അയാളെ ഇറക്കി വിട്. വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ. 100 വട്ടം ഞാൻ പറഞ്ഞു ദേവേട്ടനോട്, കേൾക്കണ്ടേ? ഞാൻ പറയുന്നൊന്നും ദേവേട്ടന്റെ തലയിൽ കേറുന്നില്ല. ഞാൻ അയാളോട് ഇറങ്ങി പോവാൻ പറഞ്ഞ പിന്നെ അതിനാവും വഴക്ക്. നീ പിന്നെ എന്ത് ചെയ്യും? ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കമലച്ചി. എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ഒഴിവാക്കണം. എനിക്കെന്റെ ഭർത്താവിനെ വേണം. കമലച്ചി എന്നെ സഹായിക്കണം. അത് പിന്നെ ഞാൻ എങ്ങനെ സഹായിക്കാനാ? സേതു ഈ വീട്ടിലുണ്ടെന്ന് കമലേച്ചി എങ്ങനെയെങ്കിലും പോലീസിനെ അറിയിക്കണം. വെള്ളിയൂർ കൊലക്കേസിലെ പ്രതി സേതു. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയ അത് സംശയാവും. അതുകൊണ്ടാ. എന്നെ രക്ഷിക്കണം. ഇത് സമാധാനായിട്ടിരിക്കെ. ഞാനൊന്ന് നോക്കട്ടെ. ഗുരുവായൂരപ്പ, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. എന്റെ ദേവേട്ടന് ആപത്തൊന്നും ഉണ്ടാവാതിരിക്കാനാ ഞാൻ ദേഷ്യപ്പെടുന്നെന്ന്. എന്താ ദേവേട്ടന് തോന്നാത്തത്? അനർത്ഥങ്ങൾ വന്നു പോകാൻ ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഇനി നമ്മുടെ ജീവിതത്തിൽ സേതുക്കിലും കടന്നു വരില്ല. നിനക്ക് എൻ്റെ ഈ വാക്ക് വിശ്വസിക്കാം. നാളെ രാത്രിക്കുള്ള ട്രെയിനിൽ സേതുവും നിന്റെ പേടികളും എന്നേക്കുമായി യാത്ര പോകും. എന്നോട് പൊറുക്കു ദേവേട്ട. എനിക്ക് ചിലപ്പോ ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. സാരമില്ല, ഞാനല്ലേ, എന്നോടല്ലേ, സാരമില്ല. എന്താ സർ? വെള്ളിയൂർ സേതു എന്ന് സേതുമാധവൻ നിങ്ങൾ അറിയോ? അയാളെ കേരളത്തിൽ ആരാ അറിയാത്തത്? അയാൾ ഇവിടെ ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ വീട്ടുകാരൻ എന്ന നിലയ്ക്കൊന്ന് ചോദിക്കാമെന്ന് വെച്ചു. മിസ്റ്റർ ദേവൻ, സേതുവിനെ ഞങ്ങൾക്ക് വേണം, ജീവനോടെയോ അല്ലാതെയോ. സേതു, സേതു, മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. വാതിൽ തുറക്ക്, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഇറങ്ങി വരാൻ. അകത്ത് ആരുമില്ല സാർ. ഐ ആം സോറി മിസ്റ്റർ ദേവൻ. ഒരിക്കലും ഈ കേസിൽ നിങ്ങൾ അനുഭവിച്ചൊക്കെ മറന്നുപോയോ? ഇനിയും അയാളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമായിരിക്കും.
അതോടെ എല്ലാ പ്രശ്നവും തീർന്നു നമ്മളെ അമ്മ വിചാരിച്ചത്. നോവൽ എഴുത്തും കൂടി എങ്ങനെയെങ്കിലും തീർന്ന ദേവേട്ടൻ പഴയ ആളാവെന്ന് കരുതി. സന്തോഷം സമാധാനവും ഒക്കെ തിരിച്ചു വരുമെന്ന് അമ്മ സ്വപ്നം കണ്ടു. എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ ദേവേട്ടനെ ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. കഷ്ടം. എന്താ മോളെ? അമ്മ വെറുതെ അച്ഛനെ ശല്യപ്പെടുത്തണ്ടായിരുന്നു. അച്ഛന് സ്വൈര്യം കൊടുക്കായിരുന്നു. എങ്കില് എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. ഇങ്ങനെ ദിവസവും അമ്മയുടെ കരച്ചിലും സങ്കടവും കാണേണ്ടി വരില്ലായിരുന്നു. അച്ഛൻ പിണങ്ങിപ്പോവാൻ കാരണം അമ്മ തന്നെയാ. അരുത് മോളെ, അങ്ങനെ പറയരുത്. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നിനക്കൊന്നും അറിയില്ല. അവസാന ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചതെന്താണെന്ന് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഭഗവാനെ, ആ 7 ദിവസം വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. സ്വപ്നമെന്നോ ഭാവനയെന്നോ ഭ്രാന്തെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ദിലീപ, അച്ഛൻ എൻ്റെ ഒരു അനുഭവ, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന സത്യം. അല്ല, അബ്ദുള്ളക്ക് എന്ത് തോന്നുന്നു? സഖാവ് രാഘവനെ കൂട്ടുപ്രതിയായ രാമകൃഷ്ണൻ ചതിച്ചു വന്നു എന്ന വെളിപ്പെടുത്തൽ ഭൂകമ്പം ഉണ്ടാക്കാൻ രാഷ്ട്രീയ രംഗത്ത്. അയാളിപ്പം മന്ത്രിയായതുകൊണ്ട് മറ്റുള്ളവർ ഇക്കാര്യം മുതലെടുക്കുകയും ചെയ്യും. അതെ. അല്ല, അയാൾ വല്ല മാനനഷ്ടത്തിനും കേസ് കൊടുക്കൂ? അയാൾക്ക് എവിടുന്ന മാനം? കള്ളൻ. പ്രസ്ഥാനത്തെയും തൊഴിലാളി വർഗത്തെയും കൂട്ടുകാരെയും ഒക്കെ അയാൾ വഞ്ചിച്ചിട്ടുണ്ട്. ചതി അയാളെ കൂടപ്പുറപ്പാ. ജയദേവനെതിരെ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്നാ എന്റെ പേടി. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അതിന് നോവലിൽ അയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ചതിയനായൊരു കഥാപാത്രം, അത്രേ ഉള്ളൂ. അതിൻ്റെ യഥാർത്ഥ സത്യം നിങ്ങളോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വായനക്കാർക്ക് അത്രയ്ക്ക് മനസ്സിലാക്കൊള്ളണമെന്നില്ല. അല്ല, എഴുത്തെന്ന് തീരും? അവസാനത്തെ ഒരു അധ്യായം കൂടി എഴുതി തീർക്കാനുണ്ട്, പിന്നെ പകർത്തണം. പറഞ്ഞു കേട്ടിടത്തോളം മലയാള നോവലിൽ ആരും പരീക്ഷിക്കാത്ത ഒരു രീതിയാ. പത്രവാർത്തകളും പോലീസ് റിപ്പോർട്ടുകളും ചരിത്രവും കഥയും ഒക്കെ കൂട്ടിക്കലർത്തിയ ഒരു നോവൽ. മനഃപൂർവ്വമല്ല, എഴുതി വന്നപ്പോൾ ആ രീതിയിലായിപ്പോയെന്ന് മാത്രം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ. പകർത്തി എഴുതിയിട്ട് നമുക്കെല്ലാം കൂടി ഇരുന്ന് വായിക്കാം. ശരി. എന്തായാലും സംഗതി അവനൊരു കരക്കെത്തിച്ചു. സ്വന്തം അച്ഛന്റെ ജീവിതം കൂടിയല്ലേ, വെറും കഥ മാത്രമല്ലല്ലോ. അതിന്റെ ചൂട് ശരിക്കും കാണും. ആ, തീരാറായോ ദേവേട്ട? തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാ ഇനി എത്ര ദിവസം കൂടി വേണ്ടി വരും? 2 അധ്യായം കൂടി തീർക്കണം. ഏതാണ്ട് ഒരാഴ്ച. ഒരാഴ്ച? അതായത് 7 ദിവസം. അത് മതിയോ? കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട്, അത് കടലാസിലാക്കണം. അപ്പോ അടുത്ത വ്യാഴാഴ്ച തീരും അല്ലേ? നേരത്തെയും തീരാ. അടുത്ത വെള്ളിയാഴ്ച എന്താ ദിവസം ഓർമ്മയുണ്ടോ? എന്താ? എന്റെ പിറന്നാളാ. ദേവേട്ടനെ ഓർക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ മറന്നു. ഓർമ്മ എന്റെ നിയന്ത്രണത്തിലല്ല, ക്ഷമിക്കുക. എന്റെ പിറന്നാളാണെന്ന് മാത്രമല്ല ആ ദിവസത്തിന്റെ പ്രത്യേകത. പിന്നെ
നമ്മൾ ആദ്യമായി കണ്ട ദിവസം അതും മറന്നു. മറന്നു. പക്ഷേ എനിക്കാ ദിവസം മറക്കാനാവില്ലല്ലോ. അന്നാണ് ഗുരുവായൂരപ്പൻ ദേവേട്ടൻ എനിക്ക് തന്നത്. എൻ്റെ മനസ്സ് മുഴുവൻ എഴുത്തില, ഉള്ളിൽ തീ പിടിച്ച കാട് പോലെ. സാരല്ലേ ദേവേട്ട, ദേവേട്ടൻ മറക്കുന്നതൊക്കെ ഞാൻ ഓർത്തോളാം. ഈ പിറന്നാളിന് ദേവേട്ടൻ എനിക്കൊരു സമ്മാനം തരണം. എന്താ വേണ്ടത്? അന്നെന്നെ ഗുരുവായൂർ കൊണ്ടുപോകണം. എനിക്കൊരു വഴിപാടുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ ആ നടക്കിൽ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടുപോകാൻ ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു. അപ്പു അച്ഛൻ ചിരിച്ചോണ്ട് പറഞ്ഞു, നിന്റെ കല്യാണം ഗുരുവായൂർ നടയിൽ വെച്ച് നടത്താം, അപ്പ നമുക്ക് പോകാന്ന്. ഒന്നും നടന്നില്ല. വിധി. പറയ് ദേവേട്ട, എന്നെ കൊണ്ടുപോകോ? ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ദേവേട്ടനോടൊപ്പം നിന്ന് എനിക്ക് പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അത്. പോവാം. സത്യം? ഈ അക്ഷരങ്ങൾ പോലെ സത്യം. നമുക്ക് ഒരുമിച്ച് പോവാം. ആ, ഏതെങ്കിലും ഒരു ദിവസം പോയാൽ പോരാ, അടുത്ത വെള്ളിയാഴ്ച തന്നെ പോണം, എന്റെ പിറന്നാൾ ദിവസം. ശരി, നമുക്ക് പോയിക്കളയാം. സമയം പറഞ്ഞുറപ്പിച്ച് എഴുതാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടി വന്ന 7 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച സ്ട്രെസ് അതിന്ന് ആലോചിക്കുമ്പോൾ പേന തൊടാൻ തോന്നാറില്ല. എഴുതുന്നതിന്റെ കാര്യത്തിൽ ജേഡി ടെൻഷൻ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. മേ ബി ആ ഒരു തോട്ട് പ്രോസസ്സിനെ അനുകൂലിക്കുന്ന ഒരു അന്തരീക്ഷം എപ്പോഴും സെലക്ട് ചെയ്യുന്നോണ്ടായിരിക്കും അല്ലേ? യു വോണ്ട് ബിലീവ്, നാദര, അത് എഴുതി തീർത്ത ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച എന്താണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. ആ 7 ദിവസങ്ങളിൽ എനിക്ക് ശരിക്കും ഭ്രാന്തായിരുന്നു. ഉറക്കമില്ല. പുറം ലോകത്തെ ഒരു ശബ്ദവും ഞാൻ കേൾക്കില്ല, കാഴ്ചകൾ കാണില്ല. അച്ഛൻ്റെ ജീവിതം, മരണം, അതുമാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. പോലീസ് ബോട്ടുകളുടെ ശബ്ദം, കൂട്ടനിലവിളികൾ, ആക്രോശങ്ങൾ, ഇരുമ്പഴികൾ, ചോര, അച്ഛൻ്റെ ചോര പുരണ്ട മുഖം. ഐ കണ്ട് ബിലീവ് ഇറ്റ്. ജെഡിയുടെ ആദ്യ നോവലിന് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടാവുന്നു. ഗീതയെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. അവളുടെ സ്നേഹത്തിന് മുന്നിൽ. പറയൂ, ഗീത ജെഡിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നോ? എന്താണ് സ്നേഹത്തിൻ്റെ അളവുകോൽ? ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റൊരാളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതാണ്. എന്താ അങ്ങനെയല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഒരിക്കലും ഗീതയെ സ്നേഹിച്ചിട്ടില്ല.
സിമ്പതിയും കടപ്പാടുമൊക്കെ ചേർന്നിട്ടുള്ള ഒരടുപ്പമായിരുന്നു അവളോട്. വളരെ സങ്കീർണമാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ പൊരുത്തക്കേടുകളുടെ പൊരുത്തം എന്നൊക്കെ പറയാറില്ലേ? ആയിരിക്കാം, പക്ഷേ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. അത് വ്യക്തവുമായിരുന്നു. എനിക്ക് എഴുതണം, നല്ല എഴുത്തുകാരനെന്ന് ലോകം അംഗീകരിക്കണം. അതൊരു സ്വാർത്ഥതയായി നിനക്ക് തോന്നാം. ഒരുപക്ഷെ ഗീതയെ ഞാൻ സ്നേഹിക്കണം എന്ന അവളുടെ സ്വാർത്ഥതയേക്കാൾ വലിയ സ്വാർത്ഥത. ബട്ട് ഐ ലവ്ഡ് ഇറ്റ്. എന്നിട്ട് എഴുതി തീർക്കാൻ സാധിച്ചോ ആ 7 ദിവസത്തിനുള്ളിൽ? ആ 7 ദിവസങ്ങൾ എന്നെ കൊണ്ടെത്തിച്ചത് നോവലിൻ്റെ പൂർണ്ണതയിലേക്ക് മാത്രമല്ല, ഇന്ന് നിന്റെ അടുത്ത് വരെ എത്തിച്ച ഒരു വഴിത്തിരിവിലേക്കാണ്.